ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മത്തി വെച്ചിട്ട്, അതായത് മത്തി എന്ന് പറയാനും ചാളയെന്നും പറയാം കേട്ടോ. അപ്പോൾ ചാള വെച്ചിട്ട് ഒരു അടിപൊളി കറിയാണ്. നമ്മൾ കൂർക്കിയിട്ടിട്ടാണ് ഇന്ന് ചാള വെച്ചിട്ടുള്ളത്. ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇതുവരെ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു 1/2 കിലോ ചാളയാണ് എടുത്തിട്ടുള്ളത്. കുഞ്ഞിയ ചാളയാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തമായിട്ട് നല്ല നെയ്യുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ചാള ഇട്ടിട്ട് നമുക്കൊരു അടിപൊളി കറി വെക്കാം, അതും കൂർക്ക ഇട്ടിട്ടെന്ന് വെച്ചു. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കിലോ കൂർക്ക എടുത്തിട്ടുണ്ട്. കൂർക്ക നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ കുക്കറിൽ ഒരു വിസിലടിക്കാൻ വെച്ചു കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു, കുറച്ച് ഉപ്പിട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒറ്റ വിസിലിൽ തന്നെ കൂർക്ക നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ മീൻ നന്നാക്കുന്നതിന് മുന്നേ ഞാൻ വേഗം കുക്കറിൽ നമുക്ക് കൂർക്ക വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഇട്ട കൂർക്ക വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ മീൻ നന്നാക്കി വന്നിട്ടുണ്ട്. 1/2 കിലോ ചാളയുണ്ട് കേട്ടോ. കുഞ്ഞി മത്തിയാണ്, അല്ല മത്തി അല്ലെങ്കിൽ ചാളാന്ന് എന്ത് വേണമെങ്കിൽ പറയാം. അപ്പോൾ 1/2 കിലോ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല നെയ്യുള്ളതാണ്. അപ്പോൾ കുഞ്ഞിതാണ്. ഞാൻ നന്നാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ കറിയിലേക്ക് ഞാനിതാ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ചുവന്നുള്ളി നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ചുവന്നുള്ളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചുവന്നുള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ചതഞ്ഞാൽ മതിയിട്ടാ. അടുത്തായിട്ട് നമ്മൾ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്. ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 10 മണി ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവയൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ ചതച്ച് വെച്ച ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ചുവന്നുള്ളി ആദ്യം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വേഗമൊന്നും ഉള്ളി മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഒന്ന് മൂക്കട്ടെ. അങ്ങനെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതോടെ ഒന്ന് മൂക്കട്ടെ. ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലൊരു പുളിയും 3 കുടപ്പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളിയിലെ പുളി കുറച്ച് കുറവാണ്, അപ്പം ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്കൊരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കാം. ഞാൻ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കൂർക്കയിലും ഒക്കെ വേണ്ടതല്ലേ. അപ്പോൾ 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി എല്ലാം കൂടി ഒന്ന് മൂക്കട്ടെ കേട്ടോ. ഈ മസാലകളുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. നമുക്ക് വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുതിരാനിട്ട് വെച്ചാൽ 2 കുടപ്പുളി ഉണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കോൽപ്പുളി നമ്മൾ കുറച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. കോൽപ്പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തക്കാളി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പുളിയുടെ ഒരു പുളി നോക്കിയിട്ട് നമുക്ക് തക്കാളി ഇടാം കേട്ടോ. കുറവുണ്ടെങ്കിൽ മാത്രം തക്കാളി ഇട്ടാൽ മതിട്ടാ. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി എന്താ വെച്ചാൽ ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ മൂടി വെച്ചൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ മീൻ കൂട്ടാൻ വെക്കാൻ വേപ്പില പൊട്ടിക്കാൻ പോയപ്പോൾ ഉണ്ടായ സംഭവം കേട്ടോ. വേപ്പിൻ്റെ
ഞാൻ പിടിച്ച് വലിച്ചപ്പോൾ കൊമ്പ് അങ്ങോട്ട് ഒടിഞ്ഞു. ഇന്നിപ്പോൾ ഇവിടെ ചേട്ടൻ വന്നാൽ എന്നെ കൊല്ലും. അപ്പോൾ ചേട്ടൻ വരുമ്പോഴേക്കും നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടായ കേസ്. അപ്പോൾ ഞാൻ വേപ്പല ഉണ്ടായിരുന്നില്ല, അപ്പോൾ പൊട്ടിക്കാൻ പോയപ്പോൾ ഒരു കൊമ്പ് പിടിച്ചങ്ങോട്ട് താത്തിയതാ, കൊമ്പ് ഒടിഞ്ഞു. അപ്പോൾ ദാ കുറേ വേപ്പലുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം കേട്ടോ, പിന്നെ ആവശ്യത്തിന് എടുക്കാമല്ലോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ നെയ്ബേഴ്സിനും ഒക്കെ കൊടുക്കാം. എല്ലാവർക്കും കൊടുക്കേണ്ടി വരും, കുറേ ഉണ്ട്. ഒരു വലിയ കൊമ്പാണ് ഒടിഞ്ഞത്. അപ്പം അങ്ങനെ പരമാവധി ഇവിടെ വേപ്പല ചേട്ടനാണ് പൊട്ടിച്ച് തരാറ്. പക്ഷേ ഇന്നിപ്പം ഞാനാണ് പൊട്ടിച്ചത്. അതുകൊണ്ടാണ് ഇപ്പം ഇതുണ്ടായത് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഡീസൻ്റായിട്ട് വേപ്പല നമുക്ക് കിട്ടിയേനെ. കണ്ടില്ലേ, ഇത്ര അധികം വേപ്പലയുണ്ട് കേട്ടോ. നമുക്ക് നന്നായി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ. കണ്ട, ഇത്ര അധികം വേപ്പലയുണ്ട്. അപ്പം നമ്മുടെ മീൻ കൂട്ടാൻ തിളച്ചൊന്ന് നോക്കട്ടെ നമുക്ക്. അപ്പോൾ അതാ നമ്മുടെ മീൻ കൂട്ടാനൊക്കെ അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പുളിയൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കാം കേട്ടോ. പുളിയും ഉപ്പും പുളിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് തക്കാളി ഇടേണ്ട ആവശ്യമില്ല. നല്ലോണം പുളിയുണ്ട്, കുടപ്പുളി ഇട്ടുണ്ടല്ലോ. അപ്പോൾ തക്കാളി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പുളി നല്ലോണം വേണമെന്നുള്ളവർക്ക് തക്കാളി ഇടാം കേട്ടോ. ഇനി ഇതാ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൂർക്കയില്ലേ, കൂർക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂർക്കയും കൂടി ഇട്ടിട്ട് ഒന്ന് ഈ മസാലയും ഒക്കെ ഒന്ന് കൂർക്കയിൽ പിടിക്കട്ടെ കേട്ടോ. നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ കൂർക്കയും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒരു 1/2 കിലോ വരുന്ന കുഞ്ഞ് മത്തിയാണ് എടുത്തിട്ടുള്ളത്. കുഞ്ഞ് മത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മുഴുവൻ ചാളയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി പതുക്കെ ഇളക്കണം കേട്ടോ. ഇനി അങ്ങോട്ട് ഇളക്കി മറയ്ക്കാൻ പാടില്ല. അതാ ഫുള്ള് അവിടെ കിടന്ന് മസാലയൊക്കെ ഒന്ന് ഈ ചാളയിൽ മൊത്തം ഒന്ന് പിടിക്കട്ടെ കേട്ടോ. നമുക്കിങ്ങനെ പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കാം. അങ്ങനെ ഇരുന്ന് വേവട്ടെ. ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട. നമുക്ക് ചെറിയ ചാളയില്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മത്തിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കങ്ങോട്ട് ഇളക്കി മറയ്ക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതാ ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ കറിയൊക്കെ സെറ്റായതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ചൂട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അടിപൊളി സ്മെല്ല് തന്നെയാണ് കേട്ടോ. പിന്നെ നല്ല സൂപ്പർ കറിയാണ് കേട്ടോ അത്. നമ്മുടെ ഈ ചാള വലിയ ചാളയാണെങ്കിൽ തന്നെ നമുക്കതിൽ നിന്ന് മുള്ളൊക്കെ എടുത്തിട്ട് അങ്ങനെ പിന്നെ ഇതിലേക്ക് കൂർക്കയിലേക്ക് ഇട്ടിട്ട് ചെയ്യണതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ചെറിയ ചാളയാണെങ്കിൽ നമുക്ക് ഇതിൽ എല്ലാം നമുക്ക് എന്താ പറയുക, നമുക്ക് മുള്ളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചെറിയ ചാളയല്ലേ, പിന്നെ അപ്പോൾ നമുക്കെല്ലാം മൊത്തം അങ്ങനെ കഴിക്കാമല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വലിയ ചാളയുടെ മുള്ള് മാറ്റിയെടുക്കും കേട്ടോ. ഇപ്പോൾ ആ കൂർക്കയിൽ കൂർക്കയും ചാളയും ഒക്കെ കൂടി നല്ലൊരു മസാലയുടെ മണം കേട്ടോ. അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറുണ്ണാൻ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളിപ്പോൾ. കൂർക്കയുടെ സീസണല്ലേ, പിന്നെ കുഞ്ഞ് ചാള കിട്ടുന്ന സമയമാണിപ്പോൾ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.